അപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയുടെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തിയിലാണ് ഈ ഇലവീഴ പൂഞ്ചിറ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലായിട്ടാണ് ഈ ഇലവീഴ പൂഞ്ചിറയുള്ളത്. ഇനി ഇതിന് ഈ പേര് കിട്ടിയതിന് പിന്നിൽ ഒരു കഥയും ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഇവിടെ കൂടുതലും ജീപ്പ് സവാരിയാണ് ഉള്ളത്. ആ ജീപ്പുകൾ പോയി പോയി പൊളിഞ്ഞ റോഡാണ് ആ കണ്ടത്. അത്രത്തോളം മോശാവസ്ഥയിലാണ്. കുറേ ദൂരം വരെ ജീപ്പിൽ പോകും, ബാക്കി അങ്ങോട്ട് പിന്നെയും നടക്കണം. ഈ ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പ് സൈഡ് ഉൾപ്പെടെ 3 സ്ഥലങ്ങൾ കാണിക്കുന്നതിന് ഈ ജീപ്പുകൾ ഈടാക്കുന്ന ചാർജ് 1000 രൂപയാണ് കേട്ടോ. ജീപ്പിനാണത്. നമുക്ക് വേണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് കുറെ പേരാവുമ്പോൾ ഒന്നിച്ച് വരാം, അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ട് എടുക്കണം. ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നടന്നു. ദേ അങ്ങനെ മുകളിലെത്തി. ഈ ക്യാബിൻ നിങ്ങൾ പലരും കണ്ടു കാണും. ഇത് നമ്മുടെ സൗബിനൊക്കെ അഭിനയിച്ച ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ഫിലിമിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോപ്പിലെ ഈ ക്യാബിനും പഴയ പോലീസ് സ്റ്റേഷനും ഒക്കെ കാണാൻ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. ഇതാണ് ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പ് സൈഡ്. ഇനി ഇതിന്റെ കഥ പറയാം. എന്താന്ന് വെച്ചാൽ ഇവിടെ അതിശക്തമായ കാറ്റാണ്. ഈ കാറ്റ് കൊണ്ട് ഇതിന്റെ താഴ്വശത്തുള്ള ചിറയിലേക്ക് ഒരു ഇല പോലും വീഴില്ല. അത്ര ശക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള പേര് വന്നത്. ഇത് ഓർത്തിട്ട് ഞാൻ അവിടെ നിന്ന് ദേ ഈ പുല്ല് വെച്ച് അങ്ങോട്ട് ഇട്ട് നോക്കി, അത് വീഴോ ഇല്ലയോ എന്ന് അറിയുമല്ലോ. ശരിക്കും അത് പറന്നു പോയൊന്നും ഇല്ല കേട്ടോ, താഴോട്ട് തന്നെ പോയി. എന്താണെന്നറിയില്ല, കാറ്റില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോ. അങ്ങനെ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരികെ ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ശരിക്കും കോടമഞ്ഞ് കൊണ്ട് മൂടിയിരുന്നു അവിടെയെല്ലാം. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട യാതൊരു കാഴ്ചയുമല്ല തിരിച്ചു വന്നപ്പോൾ കിട്ടിയത് കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ധാരാളം ജീപ്പുകളിലെ ആൾക്കാർ ഇഷ്ടം പോലെ ആ സമയത്തും വന്നിറങ്ങുന്നുണ്ടായിരുന്നു. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് മുനിയറെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതൊക്കെ പിന്നീട് ഒരു ദിവസം കാണാം. അപ്പോൾ വീണ്ടും നല്ല കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.